തിരുവനന്തപുരം നഗരസഭാ കോർപ്പറേഷൻ ഓഫീസിലെ കൗൺസിൽ ഹാളിൽ UDF BJP കൗൺസിലർമാർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 4 BJP കൗൺസിലർമാർക്കെതിരെ പോലീസ് കേസെടുത്തു. മ്യൂസിയം പോലീസാണ് കേസെടുത്തത്. BJP കൗൺസിലർമാരായ ചെമ്പഴന്തി ഉദയൻ, ഗിരി, രതീഷ്, പാപ്പനംകോട് സജി എന്നിവർക്കെതിരെയാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആതിര ചേരുകയാണ്. ആതിര, കോർപ്പറേഷനിലെ കയ്യാങ്കളി ഇനിയിപ്പോൾ അത് എന്ന കാര്യങ്ങളിൽ എങ്ങനെയാണ് വിവരങ്ങൾ വരുന്നത്? മായ, ഇന്നലെ ഒരു ഹാജർ ബുക്കിനെ ചൊല്ലിയുള്ള പിടിവലി അതാണ് പിന്നീട് തർക്കത്തിലേക്കും സംഘർഷത്തിലേക്കും ഒക്കെ തന്നെ കലാശിച്ചത്. അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ബഹളവും സംഘർഷവും കോർപ്പറേഷൻ ഹാളിൽ ഉണ്ടായിരുന്നു. ഈ കൗൺസിൽ യോഗം ചേരുന്നതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ ഒരു പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നു. കാരണം പ്രതിഷേധിക്കുമെന്ന് പ്രതിപക്ഷം അറിയിച്ചിരുന്നതാണ്. പ്രതിഷേധത്തെ തുടർന്ന് മേയർ ഈ പ്രമേയങ്ങളൊക്കെ തന്നെ പാസ്സായതായി പ്രഖ്യാപിച്ച് മേയർ ഈ യോഗം പിരിച്ചുവിട്ട് പോകുകയുണ്ടായി. അതിനുശേഷം ഈ ഹാജർ ബുക്കിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട UDF കൗൺസിലർമാരും BJP കൗൺസിലർമാരും തമ്മിൽ ഒരു തർക്കമുണ്ടായത്. ഈ ഹാജർ ബുക്ക് പിടിച്ചു വാങ്ങുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കയ്യാങ്കളിയിലേക്കും കയ്യാങ്കളിയിലേക്കും ഒക്കെ കാര്യങ്ങൾ നീങ്ങിയത്. ഇപ്പോൾ ആ വിഷയത്തിലാണ് UDF കൗൺസിലർമാർ ഇന്നലെ തന്നെ പരാതി നൽകുമെന്ന് അറിയിച്ചിരുന്നു. നിലവിൽ ഏതായാലും ഈ BJP കൗൺസിലർമാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മ്യൂസിയം പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ചെമ്പഴന്തി ഉദയൻ, അതുപോലെ തന്നെ ഗിരി, രതീഷ്, പാപ്പനംകോട് സജി എന്നിവർക്കെതിരെയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ചെമ്പഴന്തി ഉദയനാണ് ഒന്നാം പ്രതി. ഈ ചെമ്പഴന്തി ഉദയൻ UDF കൗൺസിലർമാരായിട്ടുള്ള, അതായത് പ്രധാനമായും വനിതാ കൗൺസിലർമാരായിട്ടുള്ള ഷേർലി, അനിത അലക്സ് എന്നിവരെ കയ്യേറ്റം ചെയ്യുകയും ഈ ഷേർലിയെ കൈകൊണ്ട് അടിക്കുകയും അതുപോലെ തന്നെ ഈ മുതുകിൽ ഇടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് FIR-ൽ പറഞ്ഞിരിക്കുന്നത്. ഇരുവരുടെയും പരാതിയിൽ തന്നെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇന്നലെ തന്നെ ഈ കോർപ്പറേഷൻ ചെയർമാൻ ഇത്തരത്തിൽ UDF കൗൺസിലർമാർ പരാതി നൽകിയിരുന്നു. ഈ ചെമ്പഴന്തി ഉദയനെതിരെയായിരുന്നു ആദ്യഘട്ടത്തിൽ പരാതിയൊക്കെ തന്നെ നൽകിയിരുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത് BJP കൗൺസിലർമാരും UDF കൗൺസിലർമാർക്കെതിരെ പരാതി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ചും സംഘടിപ്പിക്കാനുള്ള ഒരു തീരുമാനവും ഉണ്ടായിട്ടുണ്ട്. LDF-ഉം നിലവിൽ പ്രതിഷേധ പരിപാടികളൊക്കെ തന്നെ തുടരുകയാണ്. ഈ കോർപ്പറേഷന്റെ ഈ സുഗതനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടി ഇന്നും തുടരുകയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് അല്പസമയത്തിനകം ഉണ്ടാകും.